ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നേക്കണേ, നമുക്ക് ആദ്യക്കൂട്ടിന് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്ന് നോക്കാം ഇല്ലേ. ചെറിയൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. അൺബോക്സിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് എല്ലാവരെയും കാണിച്ചു കൊടുക്കണ്ടേ. ഞങ്ങൾക്കാണെങ്കിൽ വീഡിയോ ഒന്നും ഇടാത്ത കുറച്ച് എല്ലാവർക്കും കൂടെ ആദ്യക്കൂട്ടിന് ഫസ്റ്റ് ചുമയും ജലദോഷവും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കണ്ടവർക്കും വയ്യട്ടോ, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നന്നായിട്ട് നടന്നു കേട്ടോ. പിന്നെന്താ, പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നെയ്ബേഴ്സ് 2 വീട്ടിലെ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ 2 പേരും, പിന്നെ നമ്മൾ വീട്ടുകാരും, അച്ഛനും അമ്മയും കുഞ്ഞാവേ ഞാനും കൊച്ചും അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 പൊറോട്ട മേടിച്ചു, പിന്നെ ചിക്കൻ ഫ്രൈയും ചെയ്തു കേട്ടോ. പിള്ളേർക്കും നമ്മളുമായിട്ട് കഴിച്ചു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗിഫ്റ്റൊക്കെ കണ്ടാലോ. ആദ്യക്കൊണ്ട് അത് ഇന്നലെ തന്നെ പൊട്ടിച്ചായിരുന്നു കേട്ടോ. അതെ, ഇവിടെ ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഞങ്ങളത് എടുത്ത് കാണിക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗിഫ്റ്റ് കണ്ടായിരുന്നല്ലോ അല്ലേ. ഇത് അമ്മയുടെ ഗിഫ്റ്റാട്ടോ, വാച്ച്. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഇതിലോട്ട് വീണ്ടും എടുത്തു വെച്ചതാണ്. നല്ല വാച്ചായിരുന്നു. അത് ഇന്നലെ നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്തെ തന്നെ രാവിലെ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇത് മേടിക്കാൻ പോയ അന്നത്തെ വീഡിയോ കേട്ടോ നമ്മളിട്ടത്. പിന്നെ ഈ അടുത്ത ഗിഫ്റ്റ്, ഈ ഗിഫ്റ്റ് കൊടുക്കണ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇത് ഞാനും അമ്മയും അപ്പുറമായിരുന്നു. കുഞ്ഞാവ വന്ന വഴി എന്നെ കൊച്ചിന് കൊടുത്തു. പിന്നെ ഫോട്ടോ എടുത്തില്ല കേട്ടോ. ഇതാണ് ചാച്ചയുടെ വക ഗിഫ്റ്റ്. ഇത് മൾട്ടി പർപ്പസ് ആട്ടോ. ഇതിൽ സ്നേക്ക് ലാഡർ ഉണ്ട്, പിന്നെ ലൂഡോ, പിന്നെന്താ, പിന്നെ ക്യാരംസ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് കുഞ്ഞാവയുടെ ഗിഫ്റ്റ്. പിന്നെ കുഞ്ഞാവയുടെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞാവയുടെ ഗിഫ്റ്റ് ഒരു ഷൂ ആണേ. നല്ല ഷൂ. ഇതും കുഞ്ഞാവ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് കാരണം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കൊടുക്കുമ്പോൾ കുഞ്ഞാവ് കൊടുക്കുമ്പോൾ നമ്മളുണ്ടായിരുന്നില്ല, നമ്മളപ്പുറത്ത് അടുക്കളയിലെന്തോ ആയിരുന്നു. പിന്നെ അടുത്ത ഗിഫ്റ്റ് ആട്ടോ, ഇത് അമ്മയുടെ ഗിഫ്റ്റാണേ. മെമ്മറി ചെസ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല രസമാണ് കേട്ടോ. നമ്മളും കളിക്കാറുണ്ട് കേട്ടോ. ഇത് കൊച്ചു കളിക്കുമ്പോൾ ഞങ്ങളെയും വിളിച്ചെടുത്ത് കളിക്കാൻ. ഈ ഗിഫ്റ്റ് ആദ്യം ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇവിടെ വരുമ്പോൾ അത് കൊണ്ടുവരും, നമ്മൾ കളിക്കുമായിരുന്നു. അപ്പോൾ അമ്മ അത് ആദ്യക്കുട്ടന് മേടിച്ചു കൊടുത്തു കേട്ടോ. ഇത് ഇപ്പോൾ നമ്മളും കളിക്കാറുണ്ട്. പിന്നെ അടുത്ത അമ്മയുടെ ഗിഫ്റ്റ് ആട്ടോ കാണിക്കണേ. രണ്ട് ജോഗേഴ്സ് ആട്ടോ. ഇത് വീഡിയോയിൽ വേറൊരു കളർ കേട്ടോ, ഒരു ഒലിവ് ഗ്രീനോ ഒരു ഗ്രീൻ കളറാട്ടോ ഇത്. പക്ഷെ വീഡിയോയിൽ വരുമ്പോൾ വേറെ ഏതൊരു കളറായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പാൻറ്, ഇത് നമ്മൾ ക്രീമോ അങ്ങനെ ഒരു കളർ കേട്ടോ. ഇനി അതെന്താ, ഒരു മിനിറ്റ്. ഇതടുത്ത അമ്മയുടെ ഗിഫ്റ്റ് ആട്ടോ. അമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ട് മതിയാവണുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ വന്ന് നിർത്തിക്കോന്ന് പറഞ്ഞു. ഇത് അമ്മയുടെ ഒരു ഗിഫ്റ്റാണേ. നല്ല ഗിഫ്റ്റല്ലേ, ക്രെയിൻ. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അതെ, കളിച്ചട്ടൊക്കെ വെച്ചാൽ എനിക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാം. കൊള്ളാം, നല്ല മെറ്റീരിയൽ കേട്ടോ. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇതെൻ്റെ അമ്മച്ചിയുടെ ഗിഫ്റ്റാണേ. അപ്പോൾ അവർ വന്നില്ല, ഇനി ഏട്ടൻ വരുമ്പോഴാട്ടോ വരും. ആ ഫംഗ്ഷനാണ് വരുന്നത്. ഇതൊരു ഷർട്ടാണ്, ഒരു വൈൻ റെഡ് കളർ കേട്ടോ. ഇത് ഷർട്ട്, പിന്നെ ഒരു ജീൻസ്. ഇത് അപ്പോൾ ഇന്നലെ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലോട്ട് തന്നു വിട്ടതാട്ടോ ഇത്. ഇനി അടുത്ത ഗിഫ്റ്റ് ഈ
ഇനി എൻ്റെ ഗിഫ്റ്റാട്ടോ, എൻ്റെയും ഏട്ടൻ്റെയും ഗിഫ്റ്റ്. ഇതാട്ടോ ഒരു ഗിഫ്റ്റ്. ആദ്യക്കൂട്ടിന് ഗണ്ണ് ഭയങ്കര ഇഷ്ടമാട്ടോ, എന്തോരം ഗണ്ണുണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടം. ഇപ്പം പിന്നെ കടയിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇതിലെ ബുള്ളറ്റൊക്കെ എവിടെയൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ എടുത്തോണ്ട് വന്നത്, കവറൊക്കെ പൊട്ടിച്ച് യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു ബുള്ളറ്റേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഗിഫ്റ്റ്. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇതാട്ടോ, ബ്രെയിൻ സ്റ്റോമർ എന്ന് പറഞ്ഞത്. ഇത് ഒരെണ്ണത്തിൽ 7 ഗെയിംസിൻ്റെ സംഭവങ്ങളുണ്ട് കേട്ടോ. ചെസ് ഉണ്ട്, സ്നേക്ക് ആൻഡ് ലാഡർ, ലൂഡോ, പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയണ്ട, ഗോലിയുടെ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കണത്. പിന്നെ ഇതിൻ്റെ ഒന്നും എനിക്കറിയില്ല ഇതിൻ്റെ പർപ്പസ്. കുറേ ഗെയിംസ് ഉണ്ട് ഇതിൽ. ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കാം. ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കും കേട്ടോ, ഞാൻ ഇങ്ങനെ കാണിക്കണില്ല. ഇതാ ഗോലിയുടെ, പണ്ട് ഞങ്ങളിത് കളിച്ചിട്ടുണ്ട് കേട്ടോ. അത് കളിക്കാനറിയാം, പക്ഷെ ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഇതൊക്കെയാണ് ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റ്. അത് അമ്മയുടെ മാത്രം ഗിഫ്റ്റ് അല്ല കേട്ടോ, അച്ഛനും അമ്മയുടെ കൂടി മേടിച്ചേക്കണ ഗിഫ്റ്റാണേ. അങ്ങനെ പിന്നെ അച്ഛൻ്റെ വക ഗിഫ്റ്റൊക്കെ ഇനി വരുമ്പോൾ കിട്ടും ഇല്ലേ. ഞാനും അച്ഛനോടെ, എൻ്റെ അച്ഛൻ്റെ വകയാട്ടോ ആ ഗിഫ്റ്റ്. പിന്നെ ബാക്കി അച്ചു ഇനി വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കും. ഒരു ഗിഫ്റ്റ് കാണിക്കാൻ മറന്നു പോയിട്ടോ. ആദ്യക്കുട്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, മൈന ചേച്ചി, മൈനക്കുട്ടിയുടെ ഗിഫ്റ്റ് ആട്ടോ ഇത്, ഹൽക്ക്. ഇത് സർപ്രൈസ് ആയി പോയിട്ടോ മൈനക്കുട്ടിയുടെ. മൈനക്കുട്ടി ഗിഫ്റ്റൊക്കെ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാം വണ്ടർ അടിച്ചു പോയിട്ടോ ഇത്. അപ്പോൾ ആദ്യക്കുട്ടിന് വേണ്ടി മൈനക്കുട്ടി മേടിച്ചത് ഹൽക്കിന്. നല്ലതാല്ലേ. പിന്നെ നമ്മൾ ആദ്യക്കൂട്ടിന് ഇത്ര ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോഴത്തേനും പിള്ളേരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് 2 പേർക്കും സെയിം ആയിട്ടുള്ള ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. പിന്നെ കേക്ക് നല്ല കേക്കായിരുന്നു കേട്ടോ, അടിപൊളി കേക്കായിരുന്നു. നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള വാളകത്തുള്ളൊരു കേക്ക്, ഹോം മെയ്ഡ് കേക്കാട്ടോ. ബേക്ക് ആൻഡ് ഫ്രഷ് എന്നാണ് അവരുടെ പേര്. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ കേക്കാട്ടോ. എന്തായാലും എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ആദിക്കുട്ടിനും ഇഷ്ടമായി കേട്ടോ. ചോക്ലേറ്റാണ് ആദിക്കുട്ടിന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ. അപ്പോൾ അത് ആദിക്കുട്ടിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അച്ഛനൊന്നും അധികം കേക്ക് കഴിക്കില്ല കേട്ടോ. അച്ഛൻ ജസ്റ്റ് തൊട്ട് നോക്കുകയുള്ളൂ. അച്ഛനത് ഇഷ്ടമൊന്നുമല്ല. നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടിട്ടോ. അമ്മ മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തോന്ന് നോക്കാൻ പോയതായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഗ്യാസൊക്കെ തീർന്നായിരുന്നു. നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ മാറ്റി വെച്ചിട്ടോ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യേണ്ടമ്മേ? നമ്മളങ്ങനെ ലൈക്ക് ചെയ്യാനൊന്നും പറയാറൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർ വീഡിയോ കാണുക ഇല്ലേ. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ പിന്നെയും കാണുക. അപ്പം ശരി, ടാറ്റ. ഇത്രേ ഉള്ളൂ കേട്ടോ.